അസ്സലാമലൈക്കും. ഇറ്റ്സ് മീ നിഹാല നാസിക്, ഈസി ഹോം കുക്ക്. ഇന്ന് നോമ്പറ നമുക്കൊന്ന് സ്പെഷ്യലാക്കി എടുത്താലോ? അത് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് തന്നെ. വീഡിയോ കാണണേ. അപ്പോൾ ഇതാ ഒരു 3-3:30 ആയപ്പോൾ ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ഞാനൊരു 3 സ്നാക്കാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 3 സ്നാക്കാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യത്തേതിലേക്ക് ഞാനിതാ ഒരു ഉള്ളിയും പിന്നെ ക്യാപ്സിക്കും, ബ്രെഡ് ക്യാപ്സിക്കും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളിയാണ് എടുത്തത്. തക്കാളീൻ്റെ ആ ഉള്ളിലുള്ള എല്ലാ അംശവും പോക്കിയിട്ട് അത് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അത് റെഡ് ക്യാപ്സിക്കം ആവില്ലെങ്കിലും അതിൻ്റെ ആ ഒരു ഗുണം അതിൽ കിട്ടും. ഇനി റെഡ് ക്യാപ്സിക്കം ഉള്ളവരാണെങ്കിൽ അതെടുത്താൽ മതി. എല്ലാം നന്നായിട്ടൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇനി വേണ്ടത്. നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുത്തോളെ. അങ്ങനെ ഇതാ ഒരു പാന് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് ആ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ അത്യാവശ്യം വലിയ ഉള്ളിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഒറ്റ എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അധികം കുഴയൊന്നും വേണ്ട. അത്യാവശ്യം അതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കും തക്കാളിയും പിന്നെ ഒരു പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സോയാ സോസ്. ഞാനിപ്പോൾ ഇതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കാരണം സോയാ സോസും കെച്ചപ്പും ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അത് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇതാ ഒരു സ്പൂണ് നമ്മൾ ബീഫ് മസാല, ഒരു സ്പൂണ് കാശ്മീരി മുളക്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് മാത്രം ഇതിലേക്ക് പൊടികളായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഓവർ കുഴഞ്ഞ് വാടി അങ്ങനെ പോകുന്ന ഒരു തീനല്ല നമുക്ക് വേണ്ടത്. അത്യാവശ്യം കടി കിട്ടണം. അങ്ങനെ ഇതാ നമ്മൾ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിനത്തിലും സാൾട്ടിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, എനിക്ക് ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഇതാ ലാസ്റ്റ് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഇതാക്കി നമുക്ക് സിം ഓഫ് ചെയ്യാം. നമ്മളെ തീന ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുട്ട ഇതാ പുഴുങ്ങിയെടുക്കണം, എന്നിട്ട് 2ആക്കി മുറിച്ചെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം ബന്നിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇതാ കത്തി വെച്ച് റൗണ്ടാക്കി ഒന്ന് മുറിച്ച് കൊടുക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ളിലുള്ളതൊക്കെ ഒന്നും ഇങ്ങോട്ട് എടുത്തു കൊടുത്താൽ മതി. ഞാൻ 5 എണ്ണം കേട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്ക് 5 എണ്ണം മതി. നമ്മൾ 4 പേരേ ഉള്ളൂ, 1 എക്സ്ട്രാ വെച്ച് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഇതാ ഉള്ളിൽ മൊസറല്ല ചീസ് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത് തീന് ഇട്ട് കൊടുക്കുക. മൊസറല്ല ചീസ് ഇപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് തന്നെ നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അങ്ങനെ വാങ്ങിയാൽ മതി കേട്ടോ. 100 ഗ്രാം 60 രൂപയാണ്. അപ്പോൾ ഇതാ എന്നിട്ട് മുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ അതിൻ്റെ മേലെ എന്ത് ചെയ്യുക, തീനിട്ട് കൊടുക്കുക. തീൻ അത്യാവശ്യം ഒന്ന് നിറച്ച് വെച്ചു. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് തീൻ ഒരുപാട് ഉണ്ടാകുമ്പോൾ നല്ല രസം ഉണ്ടാവും. ആ ഒരു ടേസ്റ്റ് എന്തായാലും മുന്നിട്ട് നിൽക്കും. പിന്നെ മുട്ട എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാർക്കൊക്കെ പുഴുങ്ങിയ മുട്ട ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതാ ഞാൻ 5 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവനുള്ളവരാണെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം, അല്ലാത്തവരാണെങ്കിൽ ഗ്യാസിൽ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിതാ മേലെ ഇതുപോലെ ചീസ് വെച്ചെടുത്തിട്ട് കുറച്ച് ഒറിഗാനോയും നമ്മൾ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതാ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഇതിൽ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് നമ്മൾ ബട്ടർ പേപ്പറിൻ്റെ മേലെ അത് വെച്ച് കൊടുത്ത് അത് സെറ്റാക്കാൻ ഞാൻ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു സ്വീറ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അത് ഭയങ്കര ഈസി ആട്ടോ. നമ്മൾ ഉന്നക്കായ്ക്ക് ഉണ്ടാക്കുന്ന തീനുണ്ടല്ലേ, അത് മതി ഇതിലേക്ക്. അപ്പം ഞാൻ അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നെയ്യും പിന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു കപ്പ് ഉണ്ടാവും ഇത് തേങ്ങ. പിന്നെ അത്യാവശ്യം അണ്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക. അതൊന്ന് ഇതായെന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മുട്ടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മളെ പഴം ഉണ്ടല്ലോ, ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. എന്നിട്ട് ഇതാ ആ തീന് നടുവിൽ വെച്ചിട്ട് ഇതിനൊന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. ഇത് എന്താ പറയുക, വലിയൊരു കടിയോ വലിയൊരു സ്നാക്കോ അങ്ങനെ ഒന്നല്ല, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഒരു മധുരത്തിന് ഉണ്ടാക്കിയെടുക്കാന്നേ ഉള്ളൂ. നമ്മളെ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മൾ നോമ്പ് കാലത്ത് മാത്രമല്ല കേട്ടോ, എല്ലാത്ത സമയത്തും കുട്ടികൾക്ക് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മളിതുപോലെ ടൂത്ത് പിക്കിലൊക്കെ കുത്തി കഴിക്കുന്ന സമയത്ത് കുട്ടികൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ല. അപ്പോൾ ഇതാ 3ാമത്തെ ഡിഷ് എന്ന് പറയുന്നത്, ഡിഷല്ല സ്നാക്ക് എന്ന് പറയുന്നത്, കുറച്ച് തീന് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ തലേന്നത്തെ. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തെടുക്കാൻ വിചാരിച്ചു.
വെച്ച്. അപ്പോൾ ഞാനിതാ മൈദയും മുട്ടയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ട് അതൊന്ന് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു പത്തിരി രൂപത്തിലാക്കി എടുത്ത് റോൾ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ചെറുങ്ങനൊന്ന് പാളിപ്പോയിട്ടുണ്ട്, കുറച്ചൊരു കട്ടി കൂടിപ്പോയി. ബാറ്ററിന് കുറച്ച് കട്ടി കൂടിപ്പോയതല്ല, ഞാൻ ഒഴിച്ചത് കുറച്ച് കട്ടി കൂടിപ്പോയി. ബാറ്റർ അടിപൊളിയായിരുന്നേ. അപ്പോൾ ഇതാ ഞാനിതുപോലെ അങ്ങനെ പത്തിരിയാക്കി എടുത്തിട്ട് ഇതുപോലെ നടുവിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ റോൾ ചെയ്തത് നമ്മൾ ഒന്നുകൂടെ പാനിൽ വെച്ചിട്ട് സൈഡിലോട്ട് പാനിലോട്ട് വെച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ ആ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടെ അത് മടക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു കട്ടി ഒന്നുകൂടെ ഒരു എന്താ പറയുക, ആ ഒരു തീനും വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാൻ. ആ തീന് കണ്ടോ, അത് അവിടെ ഒന്നുകൂടെ വെച്ച് കൊടുക്കണം. ഞാനത് എടുക്കാൻ മറന്നു പോയിട്ടോ, അത് ഉണ്ടോയെന്ന് അറിയില്ല. ആ ക്ലിപ്പിംഗ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ എൻ്റെ മറ്റ് ബന്നിൻ്റെ ഐറ്റംസ് സെറ്റായിട്ടുണ്ട്, അതൊക്കെ ഞാൻ എടുത്ത് മാറ്റാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കണ്ടോ, ഞാൻ അതെടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടോ, കുറച്ച് കട്ടി കൂടിപ്പോയി, പക്ഷേ സംഭവം അടിപൊളിയായിരുന്നേ. അപ്പോൾ ഇന്നത്തെ നോമ്പ് നമ്മൾ പുറത്ത് വെച്ചിട്ടാണ്, അതായത് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ നല്ലൊരു ഇതൊക്കെ പിരിച്ചതാ നല്ല സെറ്റാക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു രസമല്ലേ, നമുക്കൊരു വെറൈറ്റി ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും എന്താ പറയുക, എപ്പോഴും ഉള്ളിൽ തന്നെയല്ലേ നമ്മളിരിക്കുക, അപ്പോൾ അതിലൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. മാത്രമല്ല മോനക്കൊക്കെ ഭയങ്കര സന്തോഷം, പുറത്തുനിന്നാണ് നോമ്പ് തുറക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അവനൊക്കെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇന്ന് പുറത്തുനിന്നാണ് നോമ്പ് തുറന്നത്. അടിപൊളി ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ആ ഒരു നേരത്ത് നമ്മൾ കറക്റ്റ് ബാങ്കിൻ്റെ ആ ഒരു ബാങ്കൊക്കെ കേട്ടിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ റാഹത്തായിരുന്നു 16ാമത്തെ നോമ്പും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.